ബിസിനസ്സിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷനിൽ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്. കോമ്പറ്റീഷനിൽ ഇല്ലാണ്ടിരിക്കാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ആൾറെഡി ഒരുപാട് സംരംഭങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സാധനം അവിടെ കൊണ്ടിടുക. പക്ഷേ ആ നാട്ടിൽ ആ ഒരു കാര്യത്തിന് ഡിമാൻഡ് വേണം. ഇനി രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സംഭവം കണ്ടുപിടിക്കുക, പുതിയത് ഇൻവെൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ലോകത്ത് ഇല്ലാത്തൊരു സാധനം ഇൻവെൻറ്റ് ചെയ്തിട്ട് അത് ആളുകൾക്ക് ഉപകാരപ്പെടും കൂടെ വേണം. എന്നിട്ട് അത് സെല്ല് ചെയ്യാൻ പറ്റിയാൽ അതിൽ നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാണ്ടിരിക്കും. കോമ്പറ്റീഷൻ ഇല്ലാണ്ട് വരുമ്പോൾ അവിടെ മൊണോപ്പൊളി വരും. അതായത് ആ മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ട്രെൻഡ്, നിങ്ങൾ പറയുന്നതാണ് വില. ആ ഒരു നിലയിലേക്ക് എത്തിക്കിട്ടുവാണെങ്കിൽ അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു സമ്പൂർണ്ണ വിജയം എന്ന് പറയാം. ഒരു തുടക്കക്കാർക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു വലിയൊരു കാര്യങ്ങളൊക്കെ സംരംഭമായി എടുക്കും. ഒരു വലിയൊരു സംരംഭം തന്നെ തുടങ്ങും. ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ട് ഒരു വലിയൊരു കാര്യം തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. അത് ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ്. കാരണം ഇന്നത്തെ ഏറ്റവും വലിയൊരു കമ്പനിയായ ട്രില്യൺ കണക്കിന് പ്രോഫിറ്റ് വരുന്ന വലിയ കമ്പനിയായ ആമസോൺ എടുത്ത് നോക്കിയാൽ അത് ആദ്യം വെറും ബുക്കുകൾ സെല്ല് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. അതെങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്? അതാണ് പറഞ്ഞത്, ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഒരു ചെറിയ സംഭവത്തിന് തുടങ്ങുക. അവർ ഫോക്കസ് ചെയ്ത മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബുക്കായിരുന്നു. ബുക്സ് മാത്രം സെല്ല് ചെയ്യുക, ബുക്കുകൾ മാത്രം സെല്ല് ചെയ്തിരുന്ന ആമസോൺ അതിൽ സക്സസ് കണ്ടെത്തിയെന്ന് കണ്ടപ്പോൾ അതിലേക്ക് സീഡിങ് കൂടിയും സെല്ല് ചെയ്യാൻ തുടങ്ങി ഓൺലൈനായിട്ട്. അങ്ങനെ CD പിന്നെ വീഡിയോ അങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ആമസോൺ തുടങ്ങിയിട്ടില്ല, എല്ലാ കാര്യങ്ങളും സെല്ല് ചെയ്യാൻ പറ്റുന്നതായിട്ട്. ഇതുകൊണ്ട് വേറൊരു ഉപകാരം കൂടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലുള്ള സീഡ് മണി, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വളരെ തുച്ഛമായിരിക്കും, ആദ്യമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിയൊക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു സീഡ് മണി വെച്ച് നമുക്ക് വലിയൊരു കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിക്കവാറും ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും വലിയ കടകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് പകരം ഉള്ള പൈസ വെച്ച് ഒരു സംഭവം തുടങ്ങിയിട്ട് അത് സക്സസ് ആയാലും അതിനനുസരിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നമ്മൾ എടുക്കാനുള്ളതല്ല, അത് തിരിച്ച് ബിസിനസ്സിലേക്ക് തിരിച്ചിടണം. എന്നിട്ട് അത് വലുതാക്കി കൊണ്ടുവരാനുള്ളതാണ്. ഇനി അഥവാ നമ്മുടെ ബിസിനസ് സക്സസ് ആയില്ലെങ്കിൽ വലിയ നഷ്ടമില്ലാണ്ട് അത് ക്ലോസ് ചെയ്യാനും പറ്റും. കാരണം നമ്മുടെ ചെറിയൊരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് ഒരു ചെറിയ സീഡ് മണി വെച്ച് നമ്മളൊരു സാധനം തുടങ്ങാമെന്ന് പറഞ്ഞാൽ. പിന്നെ ബിസിനസ് തുടങ്ങുന്നവരൊക്കെ ചോദിക്കേണ്ട ആദ്യ ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്? അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് പൈസക്ക് വേണ്ടി എന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പാടില്ല. കാരണം ബിസിനസ്സിൻ്റെ ബേസിക് സാധനം എന്താണെന്ന് വെച്ചാൽ ടു സെർവ് കസ്റ്റമേഴ്സ് എന്ന്. കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ കഴിയണം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി വേണ്ടത്. ഇതും പൈസയും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട്. ഒരു കസ്റ്റമറിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരും, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഇൻകവും വരും. അതാണ് കസ്റ്റമറിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ഒരു ബിസിനസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.